വെൽക്കം ബാക്ക് എവറി വൺ ടു എ ന്യൂ വീഡിയോ. എല്ലാവർക്കും സ്കൂളൊക്കെ തുറന്ന് പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എല്ലാവരും പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകും. അതായത് ഇന്ന് മുതൽ ഞാൻ നന്നാകും, അതായത് അന്നെടുക്കുന്നത് അന്നു തന്നെ പഠിക്കും, അങ്ങനെയുള്ള ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടൈം ടേബിളും കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. സോ ഇതിങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനത്തേക്ക് ഞാൻ കുറച്ച് ടിപ്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് ടൈം ടേബിളിലേക്ക് കിടക്കാം. ടൈം ടേബിൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യം വേക്കപ്പ് ടൈം എന്ന് പറയുന്നത് 5:30 ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 5:30 എന്ന് പറയുമ്പോൾ കുറച്ച് ഏർലി ആയിട്ട് തോന്നാം. അതായത് ഒരു 8 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ഒരാൾക്ക് 2.5 മണിക്കൂർ ഏർലി എഴുന്നേൽക്കേണ്ടി വരും. അപ്പോൾ 2.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം 2.5 മണിക്കൂർ ചെറുതാണ്. പക്ഷേങ്കിൽ നമ്മൾ ഒരു മാസം, അതായത് 30 ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 75 അവേഴ്സാണ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത്. 75 അവേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3 അങ്ങനെ ഒരു അത്ര ദിവസം വരും. ഒരു 3 ദിവസം കാൽക്കുലേറ്റ് ചെയ്തു, ഒരു 3 ദിവസം നിങ്ങൾക്ക് ഒരു 8 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. സോ സ്റ്റാർട്ട് ദ ഡേ ഏർലി ആൻഡ് റിഫ്രഷ് യുവർ മൈൻഡ്. ഓക്കെ, 5:30 എന്ന് പറയുന്നത് അത്ര ഏർലി ഒന്നുമല്ല. 5 o'clock-നും 4 o'clock-നൊക്കെ എഴുന്നേൽക്കുന്ന ഒരുപാട് ആളുണ്ട്. സോ 5:30 എന്താണ് നമ്മളുടെ ഒരു നോർമൽ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു ടൈം തന്നെയാണ്. അപ്പോൾ എഴുന്നേറ്റതിന് ശേഷം ഒരു 5:30 ടു 5:45 നമ്മളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ലൈറ്റ് എക്സസൈസ്, അതായത് സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ഒരു ചെറിയ വോക്ക്. അതായത് വോക്ക് എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ റോഡുമിലേക്ക് കൂടി അങ്ങനെയുള്ള വോക്കല്ല, ചെറിയ ചെറിയ ലൈറ്റായിട്ടുള്ള എക്സസൈസ് നമ്മളുടെ ബോഡീനെ ഒന്ന് എനർജറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്ട്രെച്ചസ്. പിന്നെ അതേപോലെ ഒരുപാട് എക്സസൈസസ് നമുക്ക് യൂട്യൂബിലൊക്കെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്, കിഡ്സിനാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ. സോ എക്സസൈസ് ഇമ്പ്രൂവ് ചെയ്യും, അതായത് ഫിറ്റ്നസ്, എനർജി, അതേപോലെ നമ്മുടെ കോൺസെൻട്രേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എക്സസൈസ് ചെയ്യുക ഒരു ഹാഫ് ആൻ അവർ. ഇനി 6:15 മുതൽ, അതായത് 5:45 തൊട്ടൊരു 6:15 വരെ നമ്മൾ ലൈറ്റായിട്ടുള്ളൊരു എക്സസൈസൊക്കെ ചെയ്ത്, ലൈറ്റാണ്, അധികം ഹെവിയൊന്നും അല്ല പറയുന്നത്, ലൈറ്റായിട്ടുള്ളൊരു എക്സസൈസൊക്കെ ചെയ്ത് രാവിലെ 6:15 തൊട്ടിട്ട് ഒരു 7:15 വരെ കോൺസെൻട്രേഷനൊക്കെ ഹൈ ലെവലിലുള്ള ആ ഒരു ഏർലി മോർണിംഗ് ടൈമിൽ നമ്മൾ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്ട്സ്, അതായത് നമുക്ക് ഓരോ കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. മാത്സ് ഡിഫിക്കൽട്ടുള്ള കുട്ടികളുണ്ടാകാം, ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെയുള്ള സയൻസ് സബ്ജക്ട്സ് ഡിഫിക്കൽട്ടായിട്ടുള്ള കുട്ടികളുണ്ടാകും. അപ്പോൾ ഏതാണോ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡേ എക്സാം എങ്ങാനും ഉണ്ടെങ്കിൽ ആ സബ്ജക്ട്സും ഏതാണോ ഉള്ളത് അത് നമ്മൾ ആ 1 അവർ പഠിക്കുക. ഓക്കെ, ഇനി 7:15 തൊട്ടിട്ട് 8 o'clock വരെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ സ്കൂൾ ടൈമിനനുസരിച്ചിട്ട് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പഠിക്കുകയോ അല്ലെങ്കിൽ ബാക്കി വരുന്ന ടൈം എന്തെങ്കിലും ഫ്രീ ആയിട്ടുള്ള യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ എക്സാക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഒന്ന് ആൾട്രേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുത്താവുന്നതാണ്. അപ്പോൾ ഒരു 8 മണിക്ക് സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ 7:15 തൊട്ടൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയാവുക. അതിനുശേഷം 8 മണിയാകുമ്പോൾ സ്കൂളിൽ പോവുക. അങ്ങനെ സ്കൂളിലുള്ള ക്ലാസ്സസൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിയാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ എന്താണ് ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിച്ച് നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കും. ഒരു ഹാഫ് ആൻ അവർ, 4 o'clock to 4:30 നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട്, അതായത് നമ്മുടെ അത്രയും അവേഴ്സായിട്ട് നമ്മൾ ക്ലാസ്സൊക്കെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് ലൈറ്റായിട്ട് നമ്മുടെ ബോഡീനെ ഒന്ന് റിലാക്സ് ചെയ്യുക. ഇനി 4:30 to 6 o'clock എന്ന് പറയുന്ന ആ ഒരു ടൈം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ഹോം വർക്ക്സ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ രാവിലെ പഠിച്ച കാര്യങ്ങളും സ്കൂളിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. നമുക്കൊരു 1.5 അവർ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് തന്ന ഹോം വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യുക, സ്കൂളിൽ നിന്നുള്ളതൊക്കെ ഒന്ന് ക്വിക്ക് റിവിഷൻ നടത്തുക. ഇനി 6 o'clock to 6:30 ആ ഒരു ടൈം നമുക്ക് ബ്രേക്കാണ്, അതായത് കളിക്കാനോ അല്ലെങ്കിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, അതായത് വാട്ടറിങ് പ്ലാന്റ്സ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് ചെയ്യാനുള്ള ഒരു ബ്രേക്കാണ്. നമ്മൾ ഇത്രയും നേരമുള്ള ആ ഒരു സ്റ്റഡീസിനൊക്കെ ശേഷം ഒരു ബ്രേക്ക്, ലൈറ്റായിട്ടൊരു ബ്രേക്കും. പിന്നെ അതേപോലെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് കുളിക്കാനും ഒക്കെയുള്ള ടൈമാണ് 6 to 6:30. അതിനുശേഷം 6:30 to 8 o'clock നമ്മൾ ഈ റിവിഷൻ ചെയ്ത, അതായത് ഹോംവർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ റിവിഷൻ ചെയ്ത് വെച്ച കാര്യമുണ്ടല്ലോ, അത് ഒന്ന് ഡീപ്പായിട്ടൊന്ന് പഠിക്കുക. നമ്മൾ അന്നന്ന് പഠിപ്പിക്കുന്ന അന്നന്ന് തന്നെ പഠിക്കണം എന്നുള്ള ആ ഒരു ഇത് മൈൻഡ് സെറ്റ് കൊണ്ട് വന്നാൽ മാത്രം പോരാ, പഠിക്കുകയും വേണം. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക, 6:30 to 8 o'clock. ഇനി 8 o'clock നമ്മൾ ഫാമിലിയുടെ ഒക്കെ കൂടെയുള്ള ഒരു ഡിന്നർ.
ആ ഒരു ടൈമിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യണം. ഈച്ച് ആൻഡ് എവറിത്തിങ് എന്തൊക്കെ നടന്നോ അതൊക്കെ നമ്മൾ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യണം. വിച്ച് മേ ബി ബാഡ് ഓർ ഗുഡ്, എനിത്തിങ് വി നീഡ് ടു ഷെയർ ഇറ്റ് വിത്ത് അവർ ഫാമിലി ഓൺ ദാറ്റ് ടൈം. ഇനി 8:30 ടു 9:15 അതുവരെയുള്ള ടൈമിൽ നമ്മൾ റീഡിങ്, അതായത് നമുക്ക് റീഡിങ് ഹാബിറ്റൊക്കെ ഉണ്ടെങ്കിൽ റീഡ് ചെയ്യാം. അതേപോലെ നമ്മുടെ നോട്ട്സൊക്കെ ഒന്ന് മറിച്ച് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ദിവസത്തേക്ക്, അതായത് ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കാനും അങ്ങനെ ഡയറി ജേർണലിങ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചെയ്യാനും ഒക്കെയുള്ള ടൈമാണ് 8:30 ടു 9:15, 45 മിനിറ്റ്സ്. അതിനുശേഷം 9:15 ടു 9:30 പ്ലാൻ ടുമോറോസ് ടാസ്ക്, അതായത് നാളെ നടക്കാനുള്ള കാര്യങ്ങൾ. അതായത് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ആ ഒരു വർക്കിംഗ് ടൈമിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു ടൈമിൽ ഏത് സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് നാളെ എക്സാംസ് ഉള്ളത്, ഒക്കെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമ്മളൊന്ന് ഓൾറെഡി അലേർട്ടായിരിക്കുക നാളത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ 9:30 ആകുമ്പോൾ കിടന്നുറങ്ങുക. അതിനുശേഷം പിന്നെ ഏർലി മോർണിംഗ് 5:30 എഴുന്നേൽക്കുക. ഒരു 7 to 8 hours ഓഫ് സ്ലീപ്പ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ മൈൻഡിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ടൈം ടേബിൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ പോരാ, നമ്മൾ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യണം. അതാണ് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞത്. സോ 8 hours സ്ലീപ്പ്, എല്ലാ ദിവസവും രാത്രി 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങി എന്നുള്ളത്. അതായത് നിങ്ങൾ അനാവശ്യമായിട്ട് 12 മണി വരെയും ഒന്നും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. 8 hours സ്ലീപ്പിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം. നമ്മുടെ ബോഡി ഒന്ന് റീബൂട്ട് ചെയ്യുന്ന സമയമാണത്. അന്ന് നമുക്ക് ആ ഒരു ദിവസം നമുക്കുണ്ടായ എല്ലാ ടയേർഡ്നെസ്സിനെയും മാറ്റുന്ന ആ ഒരു ടൈമാണ് ഈ ഒരു 8 hours. സോ 8 hours സ്ലീപ്പ്. നെക്സ്റ്റ്, കീപ് യുവർ ഫോൺ എവേ വൈൽ സ്റ്റഡി. ഈ ഫോൺ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്ക് എവിടെയെങ്കിലുമൊക്കെ ഈ ബ്രേക്കിൻ്റെ ടൈമിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മളൊന്ന് ടൈം കണ്ടുപിടിക്കുക. ഇനി നോക്കിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. സ്കൂൾ ഗ്രൂപ്പിലൊക്കെ വരുന്ന മെസ്സേജസ് അമ്മയോ അച്ഛനോ ആരെങ്കിലും പറഞ്ഞു തരൂലേ. അപ്പോൾ ഫോണിന് പ്രത്യേകിച്ച് നിങ്ങൾ പ്രയോറിറ്റി നൽകേണ്ടതില്ല, പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച്. ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ, അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റൂളാണ് 50 to 10 റൂൾ. അതായത് 50 മിനിറ്റ് പഠിക്കുക, 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അല്ലെങ്കിൽ 50 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. പൊമഡോറോ ടെക്നിക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഗോൾഡൻ റൂളാണ്, നമ്മൾ പഠിച്ച സംഭവം എന്താണോ അത് അന്ന് തന്നെ റിവൈസ് ചെയ്യുക. പല കുട്ടികൾക്കും പറ്റുന്നൊരു പ്രശ്നമാണ്, ഓണപരീക്ഷയ്ക്ക് പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ ക്രിസ്മസ് പരീക്ഷ ആകുമ്പോഴേക്ക് അതെന്താ പഠിച്ചത്, അത് പഠിച്ചതാണോ എന്ന് തന്നെ ഓർമ്മയുണ്ടാകില്ല. അത് പറ്റാനുള്ള കാരണം റിവിഷൻ ചെയ്യാത്തതാണ്. അപ്പോൾ റിവിഷൻ ചെയ്യുക. നമ്മൾ എന്താണോ ഒരു ദിവസം പഠിക്കുന്നത് അത് അന്ന് തന്നെ റിവിഷൻ ചെയ്യുക. അങ്ങനെ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോഴുള്ള ഒരു യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകുന്ന സംഭവം ഒഴിവാകും. അത് കൂടുതലായിട്ട്, അതായത് ഇന്ന് പഠിച്ചത് ഇന്ന് തന്നെ റിവിഷൻ ചെയ്യുക, പിറ്റേന്ന് റിവിഷൻ ചെയ്യുക, പിന്നെ 3-ാമത്തെ ദിവസം ചെയ്യേണ്ടതില്ല, 4-ാമത്തെ ദിവസം ചെയ്യുക, 7-ാമത്തെ ദിവസം ചെയ്യുക, 21-ാമത്തെ ദിവസം ചെയ്യുക. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മയിൽ തന്നെ ഉണ്ടാവും, പിന്നെ ഒരിക്കലും മറക്കൂല എന്നുള്ളതാണ് ഒരു ഗോൾഡൻ റൂള്. നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക്, ചിലപ്പം വർക്കായേക്കാം. പിന്നെയുള്ളതാണ് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. നമ്മൾ ഡെയിലി 30 മിനിറ്റ്സ് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിരിക്കണം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഫാസ്റ്റ് ഫുഡ്സും പിന്നെ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി പണ്ടത്തെ പോലെയല്ല, വീക്കായി വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള എക്സ്ട്രാ ഫാറ്റൊക്കെ നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് എങ്കിലും ഇൻവോൾവ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബാഗ്, അതേപോലെയുള്ള നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ എടുത്തു വെക്കുക. പിറ്റേ ദിവസം, അതായത് തൊട്ടടുത്ത ദിവസം ഹറിബറി ആയിട്ട് അതെവിടെ ഇതെവിടെ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുക. നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. സോ ഈ ഒരു ടൈം ടേബിളും പിന്നെ ഈ ഒരു ഗോൾഡൻ റൂൾസും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ലൈഫ് കുറച്ച് ബെറ്ററാക്കാൻ വേണ്ടിയിട്ട്, കുറച്ചധികം ബെറ്ററാക്കാൻ വേണ്ടി കഴിയും. സോ നിങ്ങൾക്ക് ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റട്ടെ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.